എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നും ഒരു സിമ്പിൾ ക്രിസ്മസ് ബോട്ടിലാട്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ക്രിസ്മസിന് നമ്മുടെ നേറ്റിവിറ്റി സീന് ചെയ്തില്ലെങ്കിൽ ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് നേറ്റിവിറ്റി സീനാണ് ചെയ്യുന്നത് ബോട്ടിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ യേശുവിൻ്റെ ജനനം ഒരു പിക്ചർ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ബോട്ടിലും എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുത്തത്. ഇനി ഈ പിക്ചർ ഞാൻ ഈ ബോട്ടിലിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടത്തോടാണ്. അപ്പം ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ മുട്ടത്തോട് ഈ ഒരു ബോട്ടിൽ മൊത്തമായിട്ട് ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ എടുത്തിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഫെവിക്കോളിൽ വെള്ളം മിക്സ് ചെയ്യണ്ട, അപ്പോൾ പിന്നെ ഇത് ഇളകി വരും. അപ്പോൾ ഇത് ഞാൻ ഈ പിക്ചറിൻ്റെ ചുറ്റിലുമായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു ഓവൽ ഷേപ്പിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറഗുലറായിട്ട് ഉണ്ടാവും. അപ്പം ഇനി ഈ ബോട്ടിൽ മൊത്തമായിട്ട് ഇത് കവർ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ മൊത്തമായിട്ട് മുട്ടത്തോട് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ച് ബ്രഷ് യൂസ് ചെയ്യാം. ഞാനിപ്പം സ്പോഞ്ച് ബ്രഷാണ് എടുത്തത്. പക്ഷേ ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ബ്രഷ് വെച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്തു വൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഈ വൈറ്റ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഫ്ലഷ് ടിൻറ്റില്ലേ, അതായത് നമ്മുടെ സ്കിൻ ടോൺ കളറില്ലേ, അതാണ് കൊടുക്കുന്നത്. അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റിൽ ഒരു പിഞ്ച്, ഒരു കുറച്ച് ഓറഞ്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലഷ് ടിൻറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു കളർ എടുത്തിട്ട് ചെയ്താലും അത് ആയാലും മതി. അപ്പോൾ അതൊരു ബ്രിക്സിൻ്റെ ഒരു എന്താ പറയുക, കല്ലുകളുടെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തത്. അപ്പം അതും കൂടെ ഉണങ്ങിക്കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടിൽ ഇരിക്കുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് പണിയാണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് ഒരു മിനുക്ക് പണി പോലെ ഇതുപോലെ ഒരു ജ്യൂട്ടിൻ്റെ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ മേലെ ഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൻ്റെ മുകളിൽ 3D ലൈനർ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിലും ഭംഗിയിലും എങ്ങനെ ഒരു ബോട്ടിൽ ചെയ്യാമെന്നാണ് കാണിച്ചത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.